100% ആത്മവിശ്വാസമാണ്. ഞാൻ മറ്റൊന്നും കൊണ്ടല്ല. ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരാണ്. ഞാൻ അവരുടെ ഒരു പ്രതിനിധി മാത്രമാണ്. അവരെല്ലാവരുമാണ് മത്സരിക്കുന്നത്. UDF ആണ് മത്സരിക്കുന്നത്. UDFന് 100% വിജയപ്രതീക്ഷയുണ്ട്. എന്തൊക്കെ ഘടകങ്ങൾ വിജയത്തെ സ്വാധീനിക്കുന്നത്? തീർച്ചയായിട്ടും ഒന്നാമത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ. 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടി അതിശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. CPMൻ്റെ പ്രവർത്തകരും അതിൻ്റെ ഭാഗമാണ്. CPM തകരരുത് എന്ന് ആഗ്രഹിക്കുന്ന CPMൻ്റെ പ്രവർത്തകർ, ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ ഇന്ന് UDF വോട്ട് ചെയ്യുക. ഇന്ന് കേരളത്തിലെ യഥാർത്ഥ ഇടതുപക്ഷം പാവപ്പെട്ടവൻ്റെയും അധ്വാനിക്കുന്നവൻ്റെ രാഷ്ട്രീയം പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് എന്ന കൃത്യമായ ബോധ്യം കേരളത്തിലെ സാധാരണക്കാർക്കുണ്ട്. അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്. LDF പറയുന്നത് പ്രചരണം വളരെ മുൻപേ ആരംഭിക്കാനായതുകൊണ്ട് ഒരു പ്രചരണങ്ങൾക്ക് വളരെയേറെ മുന്നേറി എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിൽ പ്രചരണം വൈകാൻ താമസിച്ചോ കോൺഗ്രസ്? അതെന്തെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കും? ഞങ്ങളിവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളെ പോലും ചേർത്ത് തോൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം 2021 മാർച്ച് 5 പ്രഖ്യാപനം വരുന്നു, മാർച്ച് 12 നോട്ടിഫിക്കേഷൻ വരുന്നു, ഏപ്രിൽ 5 തെരഞ്ഞെടുപ്പ്. ഒറ്റ മാസം സമയം കിട്ടി. ഈ പ്രാവശ്യം മാർച്ച് 15 പ്രഖ്യാപനം വരുന്നു, 16-ാം തീയതി നോട്ടിഫിക്കേഷൻ. UDFന് പ്രചരണത്തിന് ഒരു ദിവസം പോലും കൂടുതൽ കൊടുക്കരുത് എന്ന കൃത്യമായ അജണ്ടയുടെ ഭാഗമായി നടന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ്. പക്ഷേ അതിനെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് 140 മണ്ഡലങ്ങളിലും പ്രഖ്യാപിച്ചത് UDF ആണ്. അതിനുശേഷമാണ് LDFൻ്റെയും BJPയുടെയും ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വന്നത്. അപ്പോൾ ഞങ്ങൾ മിഷൻ 2026 ജനുവരിയിൽ തന്നെ ഞങ്ങൾ ആരംഭിച്ചു. വളരെ കൃത്യമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിനകത്ത് ഒരു ആശങ്കയുമില്ല. ഇപ്പോൾ എന്താ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? CPM BJPയും തമ്മിലുള്ള ഡീല് ഇന്ന് കേരളത്തിൽ വളരെ കൃത്യമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. പാലക്കാട് ഉൾപ്പെടെ, തൃപ്പൂണിത്തുറ ഉൾപ്പെടെ CPM BJPയും പരസ്പര സഹായ സഹകരണ സംഘങ്ങളായി മാറിയിരിക്കുക. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. ഈ രാഷ്ട്രീയം ഞങ്ങൾക്ക് അനുകൂലമായി മാറി. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ കേന്ദ്രമന്ത്രിയാണ് LDFക്ക് വേണ്ടി മത്സരിക്കാനെത്തുന്നത്. മത്സരം കടുത്തതാകുമോ? കേന്ദ്രമന്ത്രിയല്ല, പ്രധാനമന്ത്രി വന്നാൽ പോലും ഞങ്ങൾക്ക് അതിന് ഭയമില്ല. കാരണം ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം, ഞങ്ങൾക്ക് കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട്, കൃത്യമായ നിലപാടുകളുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളോട് സംവദിക്കുവാൻ, പറയുവാനുള്ള കൃത്യമായ ആശയങ്ങളുണ്ട്. അത് ഞങ്ങൾ ഇവിടുത്തെ ഗ്രാമാന്തരങ്ങളിൽ UDFൻ്റെ പ്രവർത്തകർ എത്തിക്കും. അതിന് സ്വീകാര്യത കിട്ടും. ഞങ്ങൾ വിജയിക്കും. അങ്ങയുടെ സ്ഥാനാർത്ഥിക്ക് ശേഷം ചില ഇടങ്ങളിൽ നിന്നെങ്കിലും ചില അസ്വാരസ്യങ്ങൾ ഉയർന്നു കേട്ടിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കപ്പെട്ട? അങ്ങനെ ഒരു അസ്വാരസ്യങ്ങൾ ഞാൻ എവിടെയും കേട്ടിട്ടില്ല. മുഴുവൻ നേതാക്കളും ഞാൻ ചലഞ്ച് ചെയ്യണം. ഒരൊറ്റ നേതാവ് ഈ UDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ വിട്ടു നിൽക്കുകയോ ചെയ്തത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണെങ്കിൽ മുഴുവൻ നേതാക്കളും, ഞാനിവിടെ പറഞ്ഞല്ലോ, ഇവിടെ റോണി കെ ബേബി എന്ന് പറയുന്ന വ്യക്തിയല്ല, ഞാനല്ല ഇവിടെ മത്സരിക്കുന്നത്. ഇവർ ഓരോരുത്തരുമാണ്. എൻ്റെ നേതാക്കന്മാർ, എൻ്റെ സഹപ്രവർത്തകർ, ഇവർ ഓരോരുത്തരുമാണ്. അപ്പോൾ ഇവർ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ്. അത് 3 പേരും മത്സരിക്കുന്നു. അതിൻ്റെ അകത്ത് ഞങ്ങൾ ഒന്നാമത് വരും, അതിൻ്റെ സംശയമില്ല. 2ാം സ്ഥാനത്തിനും 3ാം സ്ഥാനത്തിനും വേണ്ടി ആരാണ് മത്സരിക്കുന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ഒന്നാമത് വരും, ഒരു സംശയമില്ല. ഭൂരിപക്ഷമൊക്കെ സാങ്കേതികത്വം മാത്രമാണ്. ഞങ്ങൾക്ക് വിജയം മാത്രമാണ് ഞങ്ങളുടെ മുമ്പിലുള്ള അജണ്ട. അതൊന്നും അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ വിജയം സുനിശ്ചിതമാണ്. പിന്നെ എന്തിനാണ് ഭൂരിപക്ഷത്തെക്കുറിച്ച് ഞങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, അത് വളരെ വ്യക്തമാണല്ലോ. കാരണം കാഞ്ഞിരപ്പള്ളിയിൽ മാത്രമല്ല, 140 മണ്ഡലങ്ങളിലും അത് വളരെ വ്യക്തമാണല്ലോ. കാരണം ഇവർ രണ്ടല്ല, ഇവർ ഒന്നാണ് എന്ന ഇവരുടെ പല നിലപാടുകൾ കൊണ്ട് ഇവർ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ, ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾ, അവർ കൃത്യമായി ഇവരെല്ലാം ഏകോദര സഹോദരങ്ങളാണ്. CJP മുന്നണിയാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. 2 അല്ല, ഒരു മുന്നണിക്കെതിരെയാണ് ഞങ്ങൾ പോരാടുന്നത്. CJP മുന്നണിയാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ അത് വളരെ കൃത്യമായി തന്നെ കാഞ്ഞിരപ്പള്ളിയിലെ ജനങ്ങൾ, ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കാഞ്ഞിരപ്പള്ളിയിലെ ജനങ്ങൾ, ഇത്രയും വിദ്യാഭ്യാസമുള്ള കാഞ്ഞിരപ്പള്ളി ജനങ്ങൾ, അവർ ഞങ്ങളുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കും. എന്തുകൊണ്ടാണ് UDF ജയിക്കേണ്ടതെന്ന് ഞങ്ങളെക്കാൾ കൂടുതലും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM ആണ്. ഈ ചോദ്യം ചോദിക്കേണ്ടത് സാഹിത്യ അക്കാദമിയുടെ സച്ചിദാനന്ദനെ പോലെയുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികളോടാണ്. അവർ പറയുന്നത് എന്താ? CPM ഒരിക്കൽ കൂടി കേരളത്തിൽ അധികാരത്തിൽ വരരുത്. ഒരിക്കൽ കൂടി CPM അധികാരത്തിൽ വന്നാൽ കേരളം മറ്റൊരു ബംഗാളായി മാറും. അതുകൊണ്ട് ഇന്ന് UDF ജയിക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് കറകളഞ്ഞ ആത്മാർത്ഥതയുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർ ഞങ്ങൾ വോട്ട് ചെയ്യും.